കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ ഒരു ദിവസം കഴിഞ്ഞു യേശു കഫർനഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിൽ ഉണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്തത് നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവത രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനങ്ങളുടെ നിമിത്തം അവിടെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുണ്ട സ്ഥലത്തിൻ്റെ മേൽക്കൂരയെ പൊളിച്ച് തളർവത രോഗിയെ അവർ കിടക്കയുടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ടു യേശു തളർവത രോഗിയോട് പറഞ്ഞു, മകനെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമിതരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദർശനം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കണമെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവത രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നത്? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവത രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ദർശനം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ച്, ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, ഒത്തിരി ദൈവത്തിന് നന്ദി അറിയിക്കണം. പപ്പ എനിക്കെതിരായിട്ടും മമ്മ എനിക്കെതിരായിട്ടും സ്വന്തങ്ങൾ എനിക്കെതിരായിട്ടും സുഹൃത്തുക്കൾ എനിക്കെതിരായിട്ടും പ്രവർത്തിക്കുമ്പോൾ നിനക്ക് കൂടുതലത് യാര് 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 അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടു കൂടി സങ്കീർത്തനം 47 ഇടയ്ക്ക് ചില വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ മുടക്കി വെച്ചു. വീണ്ടും ആൾക്കാരുടെ അച്ഛൻ ഒരു ചാൻസ് കൊടുക്കണേന്ന് ചോദിച്ചത് കൊണ്ട് ഇന്ന് സാക്ഷ്യമുണ്ട്. കന്യാസ്ത്രീ ജയ. Praise the Lord. ഞാനിവിടെ ഒരു സാക്ഷിയായി നിൽക്കുന്നത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നത് വേറൊരു സിസ്റ്ററിൻ്റെ കൂടെയായിരുന്നു. ഞാൻ MA സൈക്കോളജി ഇവിടെ പരീക്ഷയെല്ലാം പാസ്സായി. പക്ഷെ എനിക്ക് വൈവ കഴിഞ്ഞ നവംബറിൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇമെയിൽ ചെക്ക് ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് മെയിൽ വന്നില്ല, പിന്നെ കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ ഒത്തിരി വിഷമിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ റീജിയണൽ സെൻ്ററിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, സിസ്റ്റർ നവംബറിൽ വൈവ നടന്നപ്പോൾ ആദ്യത്തെ സിസ്റ്ററിൻ്റെ നമ്പർ തന്നെ ആയിരുന്നു. പക്ഷേ അത് മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇനി അത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിസ്റ്ററിന് അടുത്ത വർഷം മാത്രമേ വൈവ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം കാരണം ഒരു വർഷം കൂടി ഈ കാത്തിരിക്കണം സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടാനായിട്ട് എന്നുള്ള ആ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇവിടെ വന്ന് അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആഗ്രഹം വന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അച്ഛനടുത്ത് പറഞ്ഞാലോ എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛനടുത്ത് പറഞ്ഞ അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് സിസ്റ്റർ നിങ്ങൾ ആദ്യം നല്ലൊരു കുമ്പസാരം ചെയ്യണം, അത് കഴിഞ്ഞ് 51 ദിവസം നിങ്ങൾ ചെറിയ തെളിയിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് 51 ദിവസമൊന്നും കഴിഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ ശരിക്കും ഒരു അത്ഭുതമാണ്. കാരണം അവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴും ഇനി ഒരിക്കലും ഈ വർഷമേ ഇനി വൈകല്യം ഉണ്ടാകുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ജനുവരി 31 തന്നെ എനിക്ക് കോൾ വന്നു. എന്നിട്ട് പറഞ്ഞ് സിസ്റ്റർ 31-ാം തീയതി 4 മണിക്ക് സിസ്റ്ററിന് വൈകയുടെ ടൈമാണ്, സിസ്റ്റർ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വൈവ ശരിക്കും അറ്റൻഡ് ചെയ്തു. അത് ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ഈശോനെ പഠിപ്പിച്ചിരുന്നു. ഒത്തിരി നന്ദി ദൈവത്തിനും പ്രാർത്ഥിച്ച അച്ഛനും എല്ലാവർക്കും ഒത്തിരി നന്ദി. പ്രത്യേകം കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത്ഭുതം നടക്കുന്നില്ല. ഞാൻ കൂടെ ഓട്ടിട്ട് വന്നു ചേർത്ത് വന്ന ഒരു വ്യക്തിയാണ് ഈ സഹോദരി. അങ്ങനെ ജനിച്ചു പോകുമ്പോൾ ആ സഹോദരി ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് സുപ്രിയ ചുമ്മാ കൂടെ വന്ന സഹോദരിയാണ്. അത് തോന്നി ഈശോടുത്ത് പറയും, ക്രിസ്തു രാജാവെടുത്ത് പറയുമെന്ന് തോന്നി. അതേപോലെ കുറച്ച് വ്യക്തി നിങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് വ്യക്തി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് വ്യക്തി കേട്ട് വന്നിട്ടുണ്ട്, കുറച്ച് വ്യക്തി അരിഞ്ഞു വന്നിട്ടുണ്ട്, കുറച്ച് ദിവസം കയറി പോകാം, പാതൽ പങ്കെടുക്കാം, ദിവ്യത്തിൽ പങ്കെടുക്കാം എന്നുള്ള ചിന്തയോടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒവ്വൊരു വ്യക്തിക്കും അത്ഭുതങ്ങളെയും അതിശയങ്ങളെയും പ്രവർത്തിക്കുന്ന ഒറ്റ രാജാവ് ക്രിസ്തു രാജാവ്, ഒരേ രാജാവ് ക്രിസ്തു രാജാവ്. വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ രാജാവ് ക്രിസ്തു രാജാവാണ്. വേറെ യാരുടെയും ലോകത്തിലില്ല.